നമസ്കാരം. ഭാരതത്തിന്റെ ഭൂപടത്തിൽ ഇന്ന് നാം കാണുന്ന ജമ്മു കാശ്മീരിന്റെ ഒരു വലിയ ഭാഗം പാകിസ്ഥാന്റെ അനധികൃത നിയന്ത്രണത്തിലാണ്. പാക് അധീന കശ്മീർ എന്ന് ഇന്ത്യയും ആസാദ് കശ്മീർ എന്നും ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്നും പാകിസ്ഥാനും വിളിക്കുന്ന ഈ പ്രദേശം എങ്ങനെയാണ് ഭാരതത്തിന് നഷ്ടപ്പെട്ടത് എന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണവും വേദനാത്മകവുമായ ഒരു അധ്യായമാണ്. 1947 രാജ്യം സ്വാതന്ത്ര്യം നേടിയ കാലയളവിൽ നടന്ന കുതന്ത്രങ്ങളുടെയും രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളുടെയും സൈനിക അധിനിവേശത്തിൻ്റെയും വലിയൊരു ചരിത്രം ഇതിന് പിന്നിലുണ്ട്. 1947 ഓഗസ്റ്റിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി മടങ്ങുമ്പോൾ അത് കേവലം ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജനം മാത്രമല്ലായിരുന്നു. ഇന്ത്യയിലാകെ 550-ലധികം നാട്ടുരാജ്യങ്ങൾ നിലനിന്നിരുന്നു. ഇവർക്ക് ഒന്നുകിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ ആയി ലയിക്കാം, അതുമല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാമെന്നതായിരുന്നു ബ്രിട്ടീഷുകാർ നൽകിയ നിയമപരമായ വ്യവസ്ഥ. ഈ സമയത്ത് ജമ്മു കാശ്മീർ ഭരിച്ചിരുന്നത് ഡോഗ്ര വംശജനായ മഹാരാജ ഹരിസിംഗ് ആയിരുന്നു. കശ്മീരിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളും ഭരണാധികാരി ഹിന്ദുവും ആയിരുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സങ്കീർണതയായിരുന്നത്. കശ്മീരിനെ ഇന്ത്യയുടെയോ പാകിസ്ഥാന്റെയോ ഭാഗമാക്കാതെ ഏഷ്യയിലെ സ്വിറ്റ്സർലൻഡ് പോലെ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിർത്താൻ എന്നായിരുന്നു ഹരിസിംഗ് കരുതിയത്. ജനപ്രിയ നേതാവായിരുന്ന ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസും പാകിസ്ഥാനിലേക്ക് ചേരുന്നതിന് പൂർണ്ണമായി അന്ന് എതിരായിരുന്നു. ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടെ കശ്മീരിനെ തങ്ങളുടെ ഭാഗമാക്കുവാൻ പാകിസ്ഥാൻ പലവിധ നീക്കങ്ങൾ തുടങ്ങി. വിഭജനത്തിന്റെ അടിസ്ഥാന തത്വമനുസരിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കശ്മീർ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പാകിസ്ഥാൻ വാദിച്ചു. കശ്മീരിലേക്കുള്ള അവശ്യ വസ്തുക്കളുടെ വിതരണം തടസ്സപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ രാജാവിന് മേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദവും ചെലുത്തി. തുടർന്ന് കശ്മീർ ഭാരതവുമായും പാകിസ്ഥാനുമായും യഥാസ്ഥിതി തുടരുന്നതിനുള്ള ഒരു കരാറിൽ ഒപ്പുവെക്കാൻ ശ്രമിച്ചുവെങ്കിലും പാകിസ്ഥാൻ ആ കരാർ ലംഘിക്കുകയാണ് ഉണ്ടായത്. തങ്ങളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മഹാരാജ ഹരിസിംഗ് വഴങ്ങലിൽ നിന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ കശ്മീർ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാൻ ഒരു രഹസ്യ സൈനിക പദ്ധതി തന്നെ തയ്യാറാക്കി. ഓപ്പറേഷൻ ഗുൽമാർഗ് എന്നായിരുന്നു ആ പദ്ധതിയുടെ പേര്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ മേജർ ജനറൽ അക്ബർ ഖാന്റെ നേതൃത്വത്തിലാണ് ഇത് ആസൂത്രണം ചെയ്തത്. തങ്ങളുടെ ഔദ്യോഗിക സൈന്യത്തെ നേരിട്ട് ഇറക്കിയാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ഭയന്ന പാകിസ്ഥാൻ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പ്രവിശ്യയിലെ പഷ്തൂൺ ഗോത്രവർഗ്ഗക്കാരെ ഇതിനായി ഉപയോഗിക്കുന്നു. പാകിസ്ഥാൻ സൈന്യം അവർക്ക് ആയുധങ്ങളും വസ്ത്രങ്ങളും വാഹനങ്ങളും സൈനിക നേതൃത്വവും നൽകി സഹായിച്ചു. 1947 ഒക്ടോബർ 22 10,000-കണക്കിന് വരുന്ന ഈ സായുധ സംഘം അതിർത്തി കടന്ന് കശ്മീരിലേക്ക് അതിക്രമിച്ചേറി. മുസഫറാബാദും ബാരാമുള്ളയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പിടിച്ചടക്കിക്കൊണ്ട് ഇവർ കശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗർ ലക്ഷ്യമാക്കി നീങ്ങി. വഴിയിലുടനീളം വൻതോതിലുള്ള കൊള്ളയടിക്കലുകളും കൊലപാതകങ്ങളും ക്രൂരമായ അതിക്രമങ്ങളുമാണ് ഇവർ അഴിച്ചുവിട്ടത്. കശ്മീരിന്റെ സ്വന്തം ചെറിയ സൈന്യത്തിന് ഈ വൻ സായുധ സംഘത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. മുസഫറാബാദിൽ കാവൽ നിന്നിരുന്ന മുസ്ലിം സൈനികർ പാക് ആക്രമണകാരികൾക്കൊപ്പം ചേർന്നത് കശ്മീർ സൈന്യത്തിന്റെ പതനം പൂർത്തിയാക്കി. ശ്രീനഗർ നഗരത്തിന്റെ പടിവാതിൽക്കൽ വരെ ശത്രുക്കൾ എത്തിയതോടെ മഹാരാജ ഹരിസിംഗ് തീർത്തും നിസ്സഹനായി മാറി. ഒക്ടോബർ 24 അദ്ദേഹം ഇന്ത്യയുടെ അടിയന്തര സൈനിക സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ ഇന്ത്യയുടെ അന്നത്തെ ഗവർണർ ജനറലായിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ഒരു നിയമപരമായ വ്യവസ്ഥ മുന്നോട്ട് വെച്ചു. കശ്മീർ ഇന്ത്യയുടെ ഭാഗമാകാതെ ഭാരതീയ സൈന്യത്തെ അങ്ങോട്ട് അയക്കാൻ അന്താരാഷ്ട്ര നിയമപ്രകാരം സാധിക്കില്ല എന്നതായിരുന്നു അത്. മറ്റൊരു വഴിയുമില്ലാതെ 1947 ഒക്ടോബർ 26 മഹാരാജ ഹരിസിംഗ് ജമ്മു കാശ്മീരിനെ പൂർണ്ണമായും ഇന്ത്യയുമായി ലയിപ്പിച്ചുകൊണ്ടുള്ള ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ എന്ന ചരിത്രപ്രധാനമായ ലയനക്കരാറിൽ ഒപ്പുവെച്ചു. കരാർ ഇന്ത്യൻ ഗവൺമെന്റ് ഔദ്യോഗികമായി അംഗീകരിച്ചതോടെ ജമ്മു കാശ്മീർ നിയമപരമായി ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി മാറി. ലയനക്കരാർ ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെ ഒക്ടോബർ 27 പുലർച്ചെ മുതൽ ഇന്ത്യൻ സൈന്യം വിമാനമാർഗം ശ്രീനഗറിൽ ഇറങ്ങി തിടുക്കത്തിൽ പ്രതിരോധം ആരംഭിച്ചു. സിഖ് റെജിമെന്റിന്റെ നേതൃത്വത്തിൽ നടന്ന ധീരമായ പോരാട്ടത്തിൽ പാക് ആക്രമണകാരികളെ ശ്രീനഗറിന്റെ അതിർത്തികളിൽ നിന്ന് ഇന്ത്യൻ സൈന്യം തുരത്തി ഓടിച്ചു. ബാരാമുള്ള ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ പല പ്രദേശങ്ങളും ഇന്ത്യൻ സൈന്യം തിരിച്ചുപിടിക്കുകയും ചെയ്തു. ഭാരതീയ സൈന്യത്തിന്റെ ശക്തമായ തിരിച്ചടി കണ്ട പാകിസ്ഥാൻ തങ്ങളുടെ ഔദ്യോഗിക സൈന്യത്തെ പരസ്യമായി കശ്മീർ യുദ്ധമുഖത്തേക്ക് ഇറക്കി. ഇതോടെ ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒന്നാം കശ്മീർ യുദ്ധമായി മാറി. കഠിനമായ ശൈത്യകാലത്തും ഇന്ത്യൻ സൈന്യം വടക്കൻ മേഖലകളായ കാർഗിലും ദ്രാസും തിരിച്ചുപിടിച്ചുകൊണ്ട് മുന്നേറി. പാക് സൈന്യത്തെ കശ്മീരിന്റെ മണ്ണിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കുവാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കുമായിരുന്ന സാഹചര്യമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ കൂടുതൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 1948 ജനുവരി 1 കശ്മീർ വിഷയം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന് മുന്നിൽ എത്തിക്കുന്നു. പാകിസ്ഥാൻ നടത്തിയ നഗ്നമായ
അതിക്രമം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. എന്നാൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ഐക്യരാഷ്ട്രസഭ പരാജയപ്പെടുന്നു. കശ്മീർ തർക്കത്തെ അവർ കേവലം ഒരു ഭൂപ്രദേശത്തിന് വേണ്ടിയുള്ള ഇന്ത്യ പാക് പോരായി ചുരുക്കി കണ്ടു. ഒടുവിൽ UN ഇടപെടലിനെ തുടർന്ന് 1949 ജനുവരി 1 ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച സമയത്ത് ഇരു രാജ്യങ്ങളുടെ സൈന്യം എവിടെയാണ് നിലയുറപ്പിച്ചിരുന്നത് ആ രേഖ വെടിനിർത്തൽ രേഖയായി മാറി. പിൽക്കാലത്ത് 1972 ഷിംല കരാറിലൂടെ ഇത് നിയന്ത്രണ രേഖയായി മാറി. ഈ വെടിനിർത്തൽ കാരണം പാക് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ജമ്മു കാശ്മീരിന്റെ ഏതാണ്ട് 1/3 ഭാഗം ഇന്ത്യക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കാതെ വരികയും അത് പാകിസ്ഥാന്റെ കൈകളിൽ അവശേഷിക്കുകയും ചെയ്തു. ഈ പ്രദേശമാണ് ഇന്ന് പാക് അധീന കശ്മീർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിയമപരമായി കശ്മീർ മുഴുവൻ ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ് എങ്കിലും 1947 പാകിസ്ഥാന്റെ വഞ്ചനാപരമായ അധിനിവേശവും തുടർന്ന് വന്ന അസമയത്തുള്ള വെടിനിർത്തലുമാണ് പാക് അധീന കശ്മീർ എന്ന ഇന്നത്തെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ജന്മം നൽകുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വിദേശ നയങ്ങളുടെയും അന്താരാഷ്ട്ര തർക്കങ്ങളുടെയും കേന്ദ്രബിന്ദുവായി പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒന്നായി കശ്മീർ വിഷയം പിന്നീട് മാറുകയും ചെയ്തു. ഇപ്പോൾ പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ റാവലക്കോട്ട്, മുസഫറാബാദ്, മിർപൂർ തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ നിലവിൽ പോകുന്ന ആഭ്യന്തര പ്രക്ഷോഭങ്ങളും ഭരണകൂട വിരുദ്ധ ജനകീയ മുന്നേറ്റങ്ങളും ഈ പരമ്പരാഗത ധാരകളെ പൂർണ്ണമായി തിരുത്തിക്കുറിക്കുന്നതാണ്. ഈ പ്രദേശങ്ങളിലെ അശാന്തിക്ക് കാരണം പാകിസ്ഥാന്റെ സ്വന്തം രാഷ്ട്രീയ ചരിത്രവും പാക് ഭരണകൂടവും അതിന്റെ ഭ്രാന്തപ്രദേശങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ഭിന്നതകളും ജനങ്ങളുടെ കടുത്ത അമർഷവുമാണെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അധിനിവേശ കശ്മീരിൽ രൂപം കൊണ്ട ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി അഥവാ JAAC നയിക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റങ്ങളെയും ജനകീയ പ്രതിഷേധങ്ങളെയും എക്കാലത്തെയും പോലെ ബാഹ്യശക്തികളുടെ ഇടപെടലോ വിദേശ ഗൂഢാലോചനയോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ നാടകങ്ങളോ ആയി ചിത്രീകരിക്കാനാണ് ഷഹബാസ് ഷെരീഫ് ഭരണകൂടം എപ്പോഴും ശ്രമിക്കാറുള്ളത്. എന്നാൽ വസ്തുതകൾ പരിശോധിച്ചാൽ ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ പൂർണ്ണമായും പ്രാദേശികമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കനത്ത വൈദ്യുതി ചാർജ് വർധനവ്, പാക് സർക്കാരിന്റെ നികുതി ചൂഷണം, അർഹമായ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിന്റെ കുറവ്, ഭരണകൂടം നൽകിയ വാഗ്ദാനങ്ങളുടെ ലംഘനം, അർത്ഥവത്തായ പ്രാദേശിക സ്വയംഭരണാധികാരം നിഷേധിക്കൽ എന്നിവയാണ് ജനങ്ങളെ തെരുവിലിറക്കാൻ പ്രേരിപ്പിക്കുന്നത്. 2023 വ്യാപാരികൾ, അഭിഭാഷകർ, വിദ്യാർത്ഥികൾ, സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ എന്നിവ ചേർന്ന് രൂപീകരിച്ച കൂട്ടായ്മയായ JAAC അതിർത്തി കടന്നുള്ള വിഷയങ്ങളെയോ ഇന്ത്യ പാക് തർക്കങ്ങളെയോ മുന്നോട്ട് വയ്ക്കാതെ തങ്ങളുടെ അടിസ്ഥാന ജീവന പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ പോരാടുന്നത്. 1947 വിഭജനത്തിന് ശേഷം വൈവിധ്യമാർന്ന വംശീയ വിഭാഗങ്ങൾ വസിക്കുന്ന തങ്ങളുടെ പ്രദേശങ്ങളെ ഒരു കേന്ദ്രീകൃത ഭരണഘടനയ്ക്ക് കീഴിൽ കൊണ്ടുവരാൻ പാകിസ്ഥാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഫെഡറൽ സംവിധാനം പലപ്പോഴും സംസ്ഥാനങ്ങൾക്കോ പ്രദേശങ്ങൾക്കോ അധികാരം പങ്കിട്ട് നൽകുന്നതിന് പകരം പാക് ഭരണകൂടത്തിന്റെ ആധിപത്യം അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിന്റെ പ്രതിഫലനമാണ് നിലവിൽ POKയിൽ ദൃശ്യമാകുന്നത്. സമാനമായ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ പാകിസ്ഥാന്റെ മറ്റ് അതിർത്തി പ്രദേശങ്ങളിലും മുൻപ് ഉണ്ടായിട്ടുണ്ട്. പ്രകൃതി വിഭവങ്ങൾക്ക് മേൽ കൂടുതൽ നിയന്ത്രണം ആവശ്യപ്പെട്ട് ബലൂചിസ്ഥാനിൽ നടക്കുന്ന പോരാട്ടങ്ങൾ, ഫെഡറൽ കടന്നുകയറ്റങ്ങൾക്കെതിരെയുള്ള സിന്ധിലെ പ്രതിഷേധങ്ങൾ, രാഷ്ട്രീയ ഉത്തരവാദിത്തം ആവശ്യപ്പെട്ട് ഖൈബർ പഖ്തൂൺഖ്വയിലെ പഷ്തൂൺ ജനവിഭാഗങ്ങൾ നടത്തുന്ന മുന്നേറ്റങ്ങൾ എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വിഭവങ്ങളുടെ അസമമായ വിതരണവും പ്രാദേശിക അവകാശങ്ങളുടെ ലംഘനവുമാണ് ജനങ്ങളെ ഭരണകൂടത്തിന് വിരുദ്ധരാക്കി മാറ്റുന്നത്. നിലവിലെ അധിനിവേശ കശ്മീരിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ കാതൽ അവിടുത്തെ നിയമസഭയിലെ പ്രത്യേക സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. POKയിലെ 49 അംഗ നിയമസഭയിൽ 12 സീറ്റുകൾ വിഭജനത്തിന് ശേഷം ഇന്ത്യയിലെ ജമ്മു കശ്മീർ മേഖലയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്ത അഭയാർത്ഥികൾക്കായി മാറ്റിവെച്ചിട്ടുള്ളതാണ്. ഈ വിഭാഗങ്ങളിൽ ഭൂരിഭാഗവും നിലവിൽ പാകിസ്ഥാന്റെ പ്രധാന പ്രവേശികളായ സിന്ധിലും പഞ്ചാബിലും ഒക്കെയാണ് സ്ഥിരതാമസമാക്കുന്നത്. എങ്കിലും ഇവർ ഇപ്പോഴും POKയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകുന്നുമുണ്ട്. ഈ സംവിധാനം അധിനിവേശ കശ്മീരിലെ യഥാർത്ഥ നിവാസികളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തെ ദുർബലപ്പെടുത്തുകയും പ്രാദേശിക ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം ഇല്ലാതാക്കുകയും ചെയ്യുന്നുവെന്നാണ് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി വാദിക്കുന്നത്. ഈ അഭയാർത്ഥി സീറ്റുകൾക്ക് ഭരണഘടനാപരമായ പരിരക്ഷയുണ്ടെന്ന് പാകിസ്ഥാൻ സുപ്രീം കോടതി കഴിഞ്ഞ വർഷം ജൂണിൽ വിധി പ്രസ്താവിച്ചതോടെയാണ് ജനങ്ങൾ തെരുവിലിറങ്ങാൻ തുടങ്ങുന്നത്. ജനങ്ങളുടെ പ്രധാന രാഷ്ട്രീയ ആവശ്യങ്ങളെ പൂർണ്ണമായി നിരാകരിക്കുന്നതായിരുന്നു ഈ വിധി. ഇതിനെതിരെ ഉയർന്ന ശക്തമായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ പാക് ഭരണകൂടം പ്രക്ഷോഭകർക്ക് നേരെ വെടിയുതിർക്കുകയും JAC എന്ന സംഘടനയെ നിരോധിക്കുകയും ചെയ്തു. ഇന്റർനെറ്റ് വാർത്താവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായും വിച്ഛേദിച്ചുകൊണ്ടും പാരാമിലിറ്ററി ഫോഴ്സിനെ വിന്യസിച്ചുകൊണ്ടുമാണ് ഇസ്ലാമാബാദ് ഈ ജനകീയ സമരത്തെ നേരിട്ടത്. അന്താരാഷ്ട്ര വേദികളിൽ കശ്മീരിലെ ജനങ്ങളുടെ സ്വയംഭരണാവകാശത്തെയും മനുഷ്യാവകാശങ്ങളെയും കുറിച്ച് വാചാലമാകുന്ന പാകിസ്ഥാന്റെ അന്താരാഷ്ട്ര നയങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഈ സംഭവത്തിലൂടെ പുറത്താക്കുന്നത്. തങ്ങൾ ഭരിക്കുന്ന പ്രദേശത്തെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയും അന്താരാഷ്ട്ര തലത്തിലുള്ള അവരുടെ നിലപാടുകളും തമ്മിൽ വലിയ അന്തരമുണ്ട്. പാകിസ്ഥാന്റെ ഭരണഘടനയ്ക്ക് പുറത്താണ് ഈ പ്രദേശം നിലനിൽക്കുന്നത് എങ്കിലും
ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ കശ്മീർ മുഴുവൻ തങ്ങളുടെ പ്രാതിനിധ്യത്തിലാണ് എന്ന് വരുത്തി തീർക്കാൻ ഈ 12 അഭയാർത്ഥി സീറ്റുകൾ പാകിസ്ഥാന് അത്യന്താപേക്ഷിതമാണ്. ഈ സീറ്റുകൾ ഉപേക്ഷിച്ചാൽ കശ്മീർ ഒരു തർക്ക പ്രദേശമല്ല എന്നും അത് പാകിസ്ഥാന്റെ സ്ഥിരമായ ഭാഗമാണെന്നും സമ്മതിക്കേണ്ടി വരുമെന്ന ഭയമാണ് ഇസ്ലാമാബാദിനുള്ളത്. സമാനമായ പ്രതീകാത്മകത നിലനിർത്താൻ ഇന്ത്യയും തങ്ങളുടെ പാർലമെന്റിൽ പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്കായി സീറ്റുകൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അധിനിവേശ കശ്മീരിൽ നടക്കുന്ന ഈ വലിയ പ്രക്ഷോഭങ്ങൾ ഇന്ത്യൻ അതിർത്തിക്കുള്ളിലെ കശ്മീർ താഴ്വരയെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇരു പ്രദേശങ്ങളും ഒരേ തർക്കത്തിന്റെ ഭാഗമാണ് എങ്കിലും അവ തമ്മിൽ വംശീയമായും ഭാഷാപരമായും വലിയ വ്യത്യാസമുണ്ട്. അധിനിവേശ കശ്മീരിലെ തദ്ദേശവാസികൾ പ്രധാനമായും പഹാരി, ഗുജാരി, പഞ്ചാബി ഭാഷകൾ സംസാരിക്കുന്നവരാണ്. എന്നാൽ ഇന്ത്യൻ ഭാഗത്തുള്ള താഴ്വരയിലെ ജനങ്ങൾ കശ്മീരി ഭാഷ സംസാരിക്കുന്നവരും സാംസ്കാരികമായി വ്യത്യസ്തരുമാണ്. കൂടാതെ നിലവിൽ പ്രക്ഷോഭം നയിക്കുന്ന JAAC സംഘടനയ്ക്ക് ജമ്മു കശ്മീരിലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായോ നേതൃത്വങ്ങളുമായോ യാതൊരുവിധ ബന്ധവുമില്ല. ഭരണകൂടത്തിന്റെ കടുത്ത അടിച്ചമർത്തലുകളും പാക് സുപ്രീം കോടതി വിധിയും അധിനിവേശ കശ്മീരിലെ ജനങ്ങൾക്കിടയിൽ പാക് വിരുദ്ധ വികാരം കൂടുതൽ ശക്തമാക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന് വലിയൊരു പരീക്ഷണമായിരിക്കും ഇവിടെ. കനത്ത സൈനിക കാവലിൽ തെരഞ്ഞെടുപ്പ് നടത്തുക അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ ഭയന്ന് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുക എന്ന കഠിനമായ വഴികളാണ് പാകിസ്ഥാന് മുന്നിലുള്ളത്. രണ്ട് തീരുമാനങ്ങളും ഭരണകൂടത്തിന്റെ ജനാധിപത്യപരമായ വിശ്വാസ്യതയെ ആഗോളതലത്തിൽ കൂടുതൽ ചോദ്യം ചെയ്തതായിരിക്കും. സ്വന്തം ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് നടത്തുന്ന അന്താരാഷ്ട്ര രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഒരു പരിധി ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് നിലവിലെ POKലെ പ്രതിസന്ധി. പാക് അധീന കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നത് രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കിയ ഔദ്യോഗിക നിലപാടാണ്. എന്നാൽ ആഭ്യന്തരമായി തകർന്നു കിടക്കുന്ന കടക്കണിയിലായ ഒരു പ്രദേശത്തെ പെട്ടെന്ന് സൈനിക നടപടിയിലൂടെയോ മറ്റ് ഏറ്റെടുക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയും ആഭ്യന്തര സുരക്ഷയും ദോഷകരമായി ബാധിക്കും. അവിടെയുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ പുനരധിവാസവും തീവ്രവാദ ഭീഷണികളും ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയുമാകും. POK വഴി കടന്നുപോകുന്ന ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന തന്ത്രപ്രധാനമായ പദ്ധതിക്കായി ചൈന കോടിക്കണക്കിന് ഡോളർ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിനാൽ ഈ പ്രദേശത്ത് ഇന്ത്യ നേരിട്ട് ഇടപെടാൻ ശ്രമിച്ചാൽ അത് ചൈനയുമായുള്ള വലിയൊരു സൈനിക സംഘർഷത്തിലേക്ക് വഴിമാറാനും സാധ്യതയുണ്ട്. കൂടാതെ ഒരു വലിയ യുദ്ധം ഉണ്ടാക്കുന്നത് തടയുവാൻ അന്താരാഷ്ട്ര സമൂഹവും സമ്മർദ്ദം ചെലുത്തും. നിലവിലെ സംഘർഷങ്ങൾ ആഗോള വേദികളിൽ കശ്മീർ വിഷയത്തിലുള്ള പാകിസ്ഥാന്റെ ധാർമ്മികമായ അവകാശവാദങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നുണ്ട്. തങ്ങളുടെ അധീനതയിലുള്ള കശ്മീരിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ പാകിസ്ഥാൻ സാധിക്കില്ല എന്ന് ലോകത്തിന് മുന്നിൽ തെളിയുന്നത് ഇന്ത്യക്ക് വലിയ നയതന്ത്ര വിജയമാണ്. എന്നാൽ ഈ ആഭ്യന്തര കലഹം കൊണ്ട് മാത്രം ആ പ്രദേശം ഇന്ത്യയുടെ ഭാഗമാകാൻ പോകുന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഭാവിയിൽ പാകിസ്ഥാൻ പൂർണ്ണമായി സാമ്പത്തികമായി തളരുകയും അവിടെയുള്ള ജനങ്ങൾ തന്നെ പാക് വിരുദ്ധത മൂർച്ഛിച്ച് സ്വയം ഭരണാധികാരത്തിനോ ഇന്ത്യയുടെ പിന്തുണയ്ക്കായോ പരസ്യമായി രംഗത്ത് വരികയോ ചെയ്താൽ ഇതിലൊരു മാറ്റം പ്രതീക്ഷിക്കാൻ സാധിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.